ഹായ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയം സ്റ്റിൽ ഐ റൈസ് റിട്ടൺ ബൈ മായ ഏഞ്ചലോ. മായ ഏഞ്ചലോ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റ്, റൈറ്റർ ആൻഡ് സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ്. ഈ ഒരു പോയം പറയുന്നതിനേക്കാൾ മുൻപ് തന്നെ നമ്മൾ അന്നത്തെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കണം. അതായത് 1861 മുതൽ 65 വരെ അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റ് നടന്നിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ബ്ലാക്സിന് ഒരുപാട് ടോർച്ചറിങ് അനുഭവിക്കേണ്ടി വന്നു. സ്ലേവറി, അവർക്ക് ബേസിക് റൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല, ഒരു ബസ്സിൽ ഇരിക്കാനുള്ള ഒരു അവകാശം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ സ്ലേവിനെ പോലെ ട്രീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ബേസിക് റൈറ്റിന് വേണ്ടി അമേരിക്കൻ സിവിൽ മൂവ്മെന്റ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ കീഴിൽ നടന്നിരുന്നു. അതിലവരുടെ റൈറ്റ് എല്ലാം നേടിയെടുത്തുവെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിൽ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ വീണ്ടും അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ മായ ഏഞ്ചലോ ഒരു പേഴ്സണലി നോക്കുകയാണെങ്കിലും മായ ഏഞ്ചലോ എന്നുള്ള വ്യക്തിയായാലും ഒരുപാട് എക്സ്പ്ലോയിറ്റേഷനും ചൈൽഡ്ഹുഡിലൊക്കെ ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തിയാണ്. അപ്പോൾ ഈ പോയമിൽ ശരിക്കും ഒരു ബ്ലാക്സിൻ്റെ വളരെ മോശമായ കണ്ടീഷനിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് ആണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ടോൺ ഓഫ് ദ പോയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആണ്, വളരെ പവർഫുൾ ആണ്. ഇവിടെ ഈ പോയറ്റ് ഐ എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് പോയറ്റ് മാത്രമല്ല, സിംബോളിക്കലി നോക്കുകയാണെങ്കിൽ കളക്റ്റീവ് വോയിസ് ഓഫ് ഓൾ ഒപ്രസ്ഡ് ബ്ലാക്ക് പീപ്പിളിൻ്റെയാണ്. അതുപോലെ യു എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈറ്റ് പീപ്പിളിൻ്റെയാണ്. അപ്പോൾ നമുക്കിതൊരു ക്ലിയർ സിമ്പിൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി വിത്ത് യുവർ ബിറ്റർ ട്വിസ്റ്റഡ് ലൈസ്. അതായത് യു എന്ന് ഉദ്ദേശിച്ചത് വൈറ്റ്, ഈ ഒപ്രസേഴ്സ്, അതായത് വൈറ്റ് പീപ്പിൾ ഹിസ്റ്ററിയിൽ നമ്മളെക്കുറിച്ച് എന്തെല്ലാം നുണകൾ എഴുതി പിടിപ്പിച്ചാലും, നുണകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലാക്സിൻ്റെ റിയൽ കണ്ടീഷൻ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ബ്ലാക്കിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും സ്ലേവറി ഒന്നും ഹിസ്റ്ററിയിൽ എഴുതില്ല, കാരണം വൈറ്റ് പീപ്പിൾ അല്ലേ ഹിസ്റ്ററി എഴുതുന്ന ആളുകൾ. യു മേ ട്രോഡ് മീ ഇൻ ദ വെരി ഡേർട്ട് ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ റൈസ്. അതായത് നിങ്ങൾ എന്നെ എത്രത്തോളം ചെളിയിൽ ചവിട്ടി താഴ്ത്തിയാലും, ചെളിയിൽ ചവിട്ടി താഴ്ത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഇവരെ വളരെ മോശമായി ട്രീറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അടിച്ചമർത്തുക, എത്രത്തോളം അടിച്ചമർത്തിയാലും ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ റൈസ്. പൊടിയെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ചവിട്ടുകൊള്ളുമ്പോൾ പൊടി മുകളിലേക്കല്ലേ പോവുക, അതുപോലെ ആ ഡസ്റ്റിനെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. ഡസ് മൈ സാസ്നെസ് അപ്സെറ്റ് യു. സാസ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ധിക്കാരാണ്. അതായത് ഞാനിവിടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ബോൾഡായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോന്ന്, നിങ്ങൾക്കിത് കാണുമ്പോൾ വളരെ അപ്സെറ്റ് ആവുന്നുണ്ടോന്ന് നിങ്ങൾ. വൈ ആർ യു ബിസെഡ് വിത്ത് ഗ്ലൂം. നിങ്ങൾ എന്താ വളരെ അൺഹാപ്പി ആയിട്ട്, വളരെ ഗ്ലൂം എന്ന് വെച്ചാൽ സാഡായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ബിക്കോസ് ഐ വാസ് ലൈക്ക് ഐ ഹവ് ഗോട്ട് ഓയിൽ വെൽസ് പമ്പിങ് ഇൻ മൈ ലിവിങ് റൂം. അതായത് ഞാൻ നടക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ ലിവിങ് റൂമിൽ ഓയിൽ വെൽസ് ഉള്ള പോലെയാണ് ഞാൻ നടക്കുന്നത്. അതായത് ഞാൻ വളരെ വെൽത്തി ആണെന്ന്. ലിവിങ് റൂമിൽ ഓയിൽ വെൽസ് ഉണ്ടെന്ന് വെച്ചാൽ വെൽത്തി പീപ്പിളിനാണ് അതുള്ളത്. ഓയിൽ വെൽസ് വെൽത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ വെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഇന്നർ സ്ട്രെങ്ത് ആണ്. അതായത് അവർ സ്വയം ഒരുപാട് വെൽത്തുള്ള ഒരാളെ പോലെയാണ് നടക്കുന്നത്. അതായത് ഇവർ വളരെ പവർഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഇവരുടെ ഒരു എന്താ പറയുക കോൺഫിഡൻസ് കാണുമ്പോൾ നിങ്ങളെ അത് അപ്സെറ്റ് ആക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ ബ്ലാക്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് വൈറ്റ്സിനെ വളരെ അപ്സെറ്റ് ആക്കുന്നുണ്ടോ എന്നാണ് ഈ ചോദ്യം. ഇനി അടുത്തത് പോയിട്ട് ഈ നേച്ചറലായിട്ടുള്ള ഓരോ എന്താ പറയുക മൂൺ, സൺ, ടൈഡ്സ് ഒക്കെ ആയിട്ട് ഇവരുടെ ഒരു പവറിനെ കമ്പയർ ചെയ്യാണ്. ജസ്റ്റ് ലൈക്ക് മൂൺസ് ആൻഡ് ലൈക്ക് സൺസ് വിത്ത് ദ സെർട്ടനിറ്റി ഓഫ് ടൈഡ്സ്, ജസ്റ്റ് ലൈക്ക് ഹോപ്പ് സ്പ്രിങ്ങിങ് ഹൈ സ്റ്റിൽ ഐ റൈസ്. മൂണിനെ പോലെ, സണ്ണിനെ പോലെ, ടൈഡിനെ പോലെ, ടൈഡ് എന്ന് വെച്ചാൽ തിരമാല, അതുപോലെ തന്നെ ഹോപ്പുകളെ പോലെ, പ്രതീക്ഷ എപ്പോഴും മുകളിലേക്കല്ലേ പോകുക, പ്രതീക്ഷ ഉയർന്നല്ലേ വരിക എപ്പോഴും. അപ്പം സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, പ്രതീക്ഷയെ പോലെ, തിരമാലകളെ പോലെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇവരുദ്ദേശിക്കുന്നത് എത്ര ഒപ്രസ് ചെയ്താലും ഇവരിനെ ഒപ്രസ് ചെയ്യാൻ അധികം നാൾ സാധിക്കില്ല, ഇവർ അതിൽ നിന്ന് എല്ലാം ചാടി എണീക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഡിഡ് യു വോണ്ട് ടു സീ മീ ബ്രോക്കൺ. ഞാൻ തകർന്ന് കാണാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. ബോവ്ഡ് ഹെഡ്സ്, ലോവേഡ് ഐസ്, ഷോൾഡേഴ്സ് ഫാളിംഗ് ഡൗൺ ലൈക്ക് ടിയർ ഡ്രോപ്സ്, വീക്കൻഡ് ബൈ മൈ സോൾഫുൾ ക്രൈസ്. അതായത് ഈ വീക്കായ ആളുകളുടെ ബോഡി ലാംഗ്വേജാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾ എന്നെ തല കുനിച്ച്, കണ്ണുകൾ താഴ്ത്തി, അല്ലെങ്കിൽ ഷോൾഡറൊക്കെ താഴേക്കായി, കണ്ണുനീർത്തുള്ളി താഴേക്കല്ലേ പോകുക, അതുപോലെ എൻ്റെ ഷോൾഡറുകൾ താഴേക്ക് പോകുന്നത് കാണാൻ എൻ്റെ ആത്മാവിൻ്റെ കരച്ചിൽ കാരണം ഞാനിങ്ങനെ ഡൗൺ ആവുന്നത് കാണാൻ, ഞാൻ തകരുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോന്ന്. അതായത് എൻ്റെ തല താഴ്ത്തി, കണ്ണുകൾ താഴ്ത്തി, ഷോൾഡർ താഴ്ത്തി ഞാൻ
എന്താ പറയുക, ഉള്ളിൽ കരയുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഡസ് മൈ ഹോട്ട്നെസ് ഒഫൻഡ് യു? ഹോട്ട്നെസ് ഉദ്ദേശിക്കുന്നത് ഒരു അഹങ്കാരം, ധിക്കാരം, എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഈ ഒരു സെൽഫ് റെസ്പെക്റ്റോട് കൂടിയുള്ള ബിഹേവിയർ നിങ്ങളെ അപ്സെറ്റ് ആക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഡു ടേക്ക് ഇറ്റ് ഓഫുൾ ഹാർഡ് കോസ് ഐ ലാഫ് ലൈക്ക് ഐ ഹവ് ഗോട്ട് ഗോൾഡ് മൈൻസ് ഡിഗിങ് ഇൻ മൈ ഓൺ ബാക്ക് യാർഡ്. അത് ഒരുമിച്ചൊന്ന് വായിക്കണം കേട്ടോ. അതായത് നിങ്ങൾക്ക് വളരെയധികം ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നുണ്ടോന്ന്, ഹാർഡായിട്ട് തോന്നുന്നുണ്ടോന്ന്. എന്ത്? ഞാൻ എൻ്റെ ബാക്കിലെ മുറ്റത്ത് സ്വർണ്ണഖനി കുഴിച്ചെടുക്കുന്ന പോലെയാണ് ഞാൻ ചിരിക്കുന്നത്. എൻ്റെ ചിരി എങ്ങനെയാണ്? ബാക്കിലെ മുറ്റത്ത് സ്വർണ്ണഖനി ഉള്ള പോലെ ഞാൻ ചിരിക്കുന്നത്. അതായത് ഞാൻ അത്രമാത്രം ഇന്നർ റിച്ച്നെസ് ഉള്ള ഒരാളാണ്, സ്പിരിറ്റിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്ന്. എൻ്റെ സ്ട്രെങ്ത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സ്ട്രെങ്ത്താണ്. ബാക്ക് യാർഡിൽ സ്വർണ്ണഖനി എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ വളരെ പവർഫുൾ ആണെന്ന്. റിച്ച്നെസ് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു എന്താ പറയുക, വെൽത്ത് അല്ല, ഇന്നർ വെൽത്താണ് കേട്ടോ. 2 തവണ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു തവണ പറഞ്ഞു നമ്മളുടെ ലിവിങ് റൂമിൽ ഓയിൽ വെല്ലുള്ള പോലെയെന്ന്. അത് തന്നെയാണ് ഇവിടുത്തെയും കമ്പാരിസൺ. ബാക്ക് യാർഡിൽ ഒരു ഗോൾഡ് മൈൻ ഉള്ള പോലെയാണ് ഞാൻ ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് 2 ഏകദേശം സാമ്യം തോന്നുന്നില്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവരിങ്ങനെ ഓരോ ലൈൻ കഴിയുന്തോറും വളരെ സ്ട്രെങ്ത് കൂട്ടി വരികയാണ്. യു മേ ഷൂട്ട് മീ വിത്ത് യുവർ വേർഡ്സ്. അതായത് നിങ്ങൾക്ക് ആയുധങ്ങൾ, വെപ്പൺസ് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡുകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് വേണമെങ്കിൽ ഞങ്ങളെ കൊല്ലാൻ സാധിക്കുമായിരിക്കാം. യു മേ കട്ട് മീ വിത്ത് യുവർ ഐസ്. വേണമെങ്കിൽ ഇമോഷണലി നിങ്ങളുടെ ഹേറ്റ്ഫുൾ ലുക്ക്, ദേഷ്യത്തോടുള്ള നോട്ടം കൊണ്ട് ഞങ്ങളെ കട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കാം. യു മേ കിൽ മീ വിത്ത് യുവർ ഹേറ്റ്ഫുൾനെസ്. നിങ്ങളുടെ വെറുപ്പ് കൊണ്ട് ഞങ്ങളെ കൊല്ലാൻ മെൻ്റലി, സോഷ്യലി ഞങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുമായിരിക്കാം. ബട്ട് സ്റ്റിൽ ലൈക്ക് എയർ ഐ റൈസ്. എയറിനെ പോലെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അതായത് എന്താ പറയുക, ഫ്രീ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത, അൺസ്റ്റോപ്പബിൾ ആയിട്ട് ഞങ്ങൾ ഉയർന്നെഴുന്നേൽക്കുന്നു. എയർ എപ്പോഴും മുകളിലേക്കല്ലേ പോവുക. ഇനി ഡസ് മൈ സെക്സ്നെസ് അപ്സെറ്റ് യു? സെക്സ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനൊരു വിമനാണ്, അത് നിങ്ങൾ അപ്സെറ്റ് ആക്കുന്നുണ്ടോന്ന്. അതായത് ഒരു വിമൻ, ഫീമെയിൽ വളരെ കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അപ്സെറ്റ് ആവുന്നുണ്ടോന്ന്. Does it come as a surprise that I dance like I've got diamonds at the meeting of my thighs? ഇത് ഒരുമിച്ച് വായിക്കണം കേട്ടോ. അതായത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് തോന്നുന്നുണ്ടോന്ന്. ഐ ഡാൻസ് ലൈക്ക് ഐവ് ഗോട്ട് ഡയമണ്ട്സ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് മൈ തൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ തുടകളാണ്. തുടകളുടെ ഇടുക്ക് എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീത്വത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. തുടയിടുക്കിൽ ഡയമണ്ട് ഉള്ള പോലെയാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നതെന്ന്. അതിനർത്ഥം എന്താ? ഒരു ബ്ലാക്ക് വിമൺഹുഡ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. വിമണായിട്ടും ആ വിമൺഹുഡിനെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു. എൻ്റെ സ്ത്രീ എന്നുള്ള ഐഡൻറ്റിറ്റി, എൻ്റെ ബോഡി, എൻ്റെ ഐഡൻറ്റിറ്റി, അതിനെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഡാൻസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്ത്രീ ആയിട്ടും ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഡിസ്കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ എന്നാണ്. ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയാം. ഐ ഡാൻസ് ലൈക്ക് ഐ ഹവ് ഗോട്ട് ഡയമണ്ട് അറ്റ് ദ മീറ്റിംഗ് ഓഫ് മൈ തൈസ്. ഞാനൊരു സ്ത്രീ ആയിട്ടും ഞാൻ വളരെ ഹാപ്പി ആയിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് എന്താ പറയുക, ബിഹേവ് ചെയ്യുന്നു. അത് നിങ്ങളെ അപ്സെറ്റ് ആക്കുന്നുണ്ടോന്ന്. ഔട്ട് ഓഫ് ഹേർട്സ് ഓഫ് ഹിസ്റ്ററി ഷെയിം. അതായത് ഹിസ്റ്ററിയുടെ എന്താ പറയുക, നാണം കെട്ടൊരു ഹിസ്റ്ററിയിൽ നിന്ന്, നാണം കെട്ട ഹിസ്റ്ററി എന്ന് വെച്ചാൽ സ്ലേവറി, പെയിൻഫുൾ ആയിട്ടുള്ളൊരു പാസ്റ്റ് എനിക്കുണ്ട്, അതിൽ നിന്ന് ഐ റൈസ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അതായത് ഹിസ്റ്റോറിക്കൽ സഫറിങ്ങിൽ നിന്ന് ഇവർ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് പറയുന്നത്. അപ്പ് ഫ്രം പാസ്റ്റ് ദാറ്റ്സ് റൂട്ടഡ് ഇൻ പെയിൻ. പെയിൻഫുൾ ആയിട്ടുള്ള സഫറിങ്സോട് കൂടിയുള്ള ഒരു പാസ്റ്റിൽ നിന്ന് ഐ റൈസ്. ആ പെയിനൊക്കെ ഞാൻ ഓവർകം ചെയ്യും എന്നാണ് പറയുന്നത്. ഐ ആം എ ബ്ലാക്ക് ഓഷ്യൻ ലീപ്പിംഗ് ആൻഡ് വൈറ്റ് വെല്ലിംഗ് ആൻഡ് സ്വെല്ലിംഗ് ഐ ബേ ഇൻ ദ ടൈറ്റ്. ഞാനൊരു ബ്ലാക്ക് ഓഷ്യൻ ആണെന്ന് പറയാം. ഓഷ്യൻ്റെ പ്രത്യേകത എന്താ? വളരെ പവർഫുൾ ആണല്ലോ ഓഷ്യൻ. ലീപ്പിംഗ് വൈറ്റ്, വളരെ മുകളിലേക്കും വൈഡായിട്ടും വലുതായി വരാണ് ഓഷ്യൻ. എപ്പോഴും ഉയർന്നു വരാണ് അല്ലേ. വെല്ലിംഗ്, സ്വെല്ലിംഗ്, വീർത്ത് ഉയർന്നു വരികയാണ് അല്ലേ. ടൈഡിൻ്റെ ഉള്ളിൽ വളരെയധികം, അതായത് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഓഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പവർഫുള്ളായിട്ടാണ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഉദ്ദേശിക്കുന്നത് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ മെൻ്റൽ പവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ലിവിങ് ബിഹൈൻഡ് നൈറ്റ്സ് ഓഫ് ടെറർ ആൻഡ് ഫിയർ. അതായത് ഞാൻ എൻ്റെ ഒപ്രഷനും വയലൻസും എല്ലാം ഞാൻ ലീവ് ബിഹൈൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ മറന്ന്, അല്ലെങ്കിൽ അതിനൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്ത്, അതൊക്കെ എന്താ പറയുക, കളഞ്ഞ് ആണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന്. ഐ റൈസിങ് എബവ് ഫിയർ. അതായത് ഭയവും ഒപ്രഷനും അതിൽ നിന്നെല്ലാം ഞാൻ ഉയരുന്നതാണ് പറയുന്നത്. എൻ്റെ ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ മറന്നിട്ടാണ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുക എന്നാണ് പറയുന്നത്. ഇൻ ടു എ ഡേ ബ്രേക്സ് ദാറ്റ് വൂണ്ടഡ് ക്ലിയർ. ഞാൻ എവിടേക്കാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ഫുൾ ഓഫ് ഹോപ്പ് ആൻഡ് ഫ്രീഡം. ഞാൻ വളരെ ഫ്രീഡത്തിലും ഹോപ്പായിട്ടുള്ള ഒരു പുതിയ ഫ്യൂച്ചർ
ഒരു നല്ലൊരു ഭാവിയിലേക്കാണ് ഞാൻ പോകുന്നത്. വളരെ ഫ്രീഡവും വളരെ പ്രതീക്ഷയുമുള്ള ഒരു പുതിയൊരു ഭാവിയിലേക്ക് ഞാൻ എൻ്റെ പഴയ ഹിസ്റ്ററിയിലെ എല്ലാ കാര്യങ്ങളും മറന്ന് ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഐ റൈസ്. അപ്പം ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു. ബ്രിങ്ങിങ് ദ ഗിഫ്റ്റ്സ് ദാറ്റ് മൈ ആൻസസ്റ്റേഴ്സ് ഗീവ്. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്താണ് എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നത്? ഷീ ക്യാരീസ് സ്ട്രെങ്ത് ആൻഡ് വിസ്ഡം ഓഫ് ഹെർ ആൻസസ്റ്റേഴ്സ്. എൻ്റെ പൂർവികർ തന്ന സ്ട്രെങ്ത്, വിസ്ഡം, ഇതെല്ലാം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഐ ആം ദ ഡ്രീം ആൻഡ് ദ ഹോപ്പ് ഓഫ് ദ സ്ലേവ്. ഞാൻ പ്രതീക്ഷയാണ്. ആരുടെ? സ്ലേവുകളുടെ സ്വപ്നവും പ്രതീക്ഷയാണെന്ന്. അതായത് ഇവർ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഡ്രീം ഓഫ് എൻസ്ലേവ്ഡ് പീപ്പിൾ. അതായത് എൻസ്ലേവ്ഡ് പീപ്പിൾ എന്ന് ഉദ്ദേശിച്ചത് ബ്ലാക്ക് പീപ്പിൾ. ബ്ലാക്ക് പീപ്പിളിൻ്റെ ഒരു ഡ്രീമും ഹോപ്പും ആണ് ഇവരെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ റൈസ് ഒരു ഫൈനൽ ഡിക്ലറേഷൻ ഓഫ് റെസിലിയൻസ് ആണ്. റെസിലിയൻസ് എന്ന് വെച്ചാൽ ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. 3 തവണ ഐ റൈസ് പറയുന്നത് ഇവിടെ. ഐ റൈസ് അതായത് ഈ റെപ്പറ്റീഷൻ കാണിക്കുന്നത് ഒരു അൺസ്റ്റോപ്പബിൾ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. പിന്നെ അവസാനം വീണ്ടും ഐ റൈസ്, എ പവർഫുൾ എൻഡിങ്. അതെന്താണ്? എന്തിനെ അഫേം ചെയ്യുന്നത്? വിക്ടറി ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. അപ്പോൾ ഈ ഒരു പോയം ഒന്നുകൂടെ നിങ്ങളൊന്ന് 1, 2, 3 തവണ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, മെസ്സേജ് വിട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് മുഴുവൻ ഞാൻ ഓരോ ലെസണുകളായിട്ട് ഇടാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീക്ക്ലി ആണ് ഇടാൻ എല്ലാ ആഴ്ചയിലാണ് ഒരു വീഡിയോ വെച്ച് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. അതനുസരിച്ച് മുന്നോട്ട് പോകാം. മനസ്സിലാവാതെ വരിക, ഏതെങ്കിലും ലൈൻ മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇന്നത് ഒന്നുകൂടെ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ വീണ്ടും എനിക്കൊന്ന് മെസ്സേജ് വിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്ര നേരം കേട്ടിരുന്നതിന് വളരെ താങ്ക് യു.